രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ സഞ്ചരിക്കുകയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്. രവിവർമ്മ ചിത്രങ്ങൾ കാലത്തെ അതിജീവിച്ച് യാത്ര തുടരുമ്പോൾ രവിവർമ്മയുടെ സുന്ദരികളെ തൻ്റെ തൊഴിൽ വൈദഗ്ധ്യം കൊണ്ട് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ജയശ്രീ. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഏഞ്ചൽ ബ്രൈഡൽ സ്റ്റുഡിയോ നടത്തുന്ന ജയശ്രീക്ക് ചിത്രകല പഠിക്കാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. അത് വഴിതിരിഞ്ഞെത്തിയത് സൗന്ദര്യത്തെ പുനഃസൃഷ്ടിക്കുന്ന ചമയങ്ങളുടെ ലോകത്തേക്ക്. ആക്ച്വലി ഞാൻ ചെറുതിലെ തന്നെ കുറച്ച് വരയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതിലെ രവിവർമ്മയുടെ കോളേജിൽ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ഉള്ളിൽ ആ ഒരു ഇത് കിടക്കുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു എന്താ പറയുക റീക്രിയേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രവിവർമ്മയുടെ ചിത്രങ്ങൾ ഒറിജിനലായിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് പോയി കാണാം നമുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. അതിൽ പെർഫെക്ഷൻ ഞങ്ങൾക്ക് വേണമായിരുന്നു. കേട്ടപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തൊന്നുമില്ല. ചുമ്മാ ഒരു രസത്തിന് ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ഫേസിന് സൂട്ട് ചെയ്തതാണ് ഹംസ ദമയന്തി എന്ന് ജയശ്രീ സെലക്ട് ചെയ്തത്. ആശയത്തിന് ഊർജ്ജം ലഭിച്ചതോടെ എല്ലാവരും സജീവമായി ഫോട്ടോഷൂട്ടിന് തയ്യാറായി. പിന്നെ രവിവർമ്മയുടെ നായികമാരാകാൻ ഒരുക്കങ്ങളായി. ഞാനെടുത്ത റോൾ എന്ന് വെച്ചാൽ വുമൺ ഹോൾഡിങ് എ ഫ്രൂട്ട്. ആ ഒരു ഓപ്ഷൻ എടുത്ത് എനിക്കത് ജയശ്രീ സജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ചിരിയും ഒരു ഗൗരവവും ഒരുമിച്ച് വരണം. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ കഷ്ടപ്പെട്ടു, രണ്ടും കൂടി ഒരുമിച്ച് വരണമായിരുന്നു. മോഡലിംഗ് രംഗത്ത് പരിചയമില്ലാത്തവരെ രവിവർമ്മ ചിത്രത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തിക്കാൻ ഫോട്ടോഗ്രാഫർ സാമിന് പക്ഷേ വലുതായി പണിപ്പെടേണ്ടി വന്നില്ല. ചില്ലറ ടിപ്പുകൾ കൊണ്ട് ഇവരെല്ലാവരും ഭാവം ഉൾക്കൊണ്ടു. ഈ ഒരു ഇത് ചെയ്യാനായിട്ട് അവർ അതിൽ നല്ലപോലെ അവർ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അത് ഭംഗിയാക്കണം എന്ന് അവർക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടറും അതവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം സമയമൊന്നും എടുത്തിട്ടല്ല ഈ ഫോട്ടോഷൂട്ട് ചെയ്തത്, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെയാണ്. അപ്പം അച്ഛൻ അതാ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഫലമേന്തിയ സ്ത്രീ, പ്രതീക്ഷ, അങ്ങനെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ജീവനോടെ പുനർജനിച്ചു. ഞാൻ ചെയ്തത് നായശ്രീയുടെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ. പിന്നെ കുറച്ച് സ്ലിം ആവണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഇത് ഒരു മാസത്തിൽ മേലെയായി. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചൊന്ന് ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തായിരുന്നു. രാജാ രവിവർമ്മ ചിത്രങ്ങൾ സാംസ്കാരിക കേരളത്തിൻ്റെ കയ്യൊപ്പാണ്. അതിനിയും പല ഭാവത്തിൽ, പല രൂപത്തിൽ, പല സൃഷ്ടികളായി പുനർജനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.